നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത യഥാരൂപത്തിന്റെ ലളിതമായ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നാം നോക്കിയത് 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. അതിൽ നാം കണ്ടത്, അതായത് കൗരവരുടെ സൈനിക ബലം വളരെയധികം കൂടുതലാണെങ്കിലും പാണ്ഡവരുടെ കുറഞ്ഞ സൈന്യബലത്തിനെ സജ്ജീകരിച്ചിരിക്കുന്ന ആ ഒരു രീതി കണ്ടിട്ട് മനസ്സിൽ വളരെയധികം ഭയം തോന്നിയ ദുര്യോധനൻ തന്റെ രഥത്തിൽ നിന്നും ഇറങ്ങി ദ്രോണാചാര്യരോട് പോയി ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ്. ഈ ശ്ലോകത്തില് എന്താണ് ദുര്യോധനൻ തന്റെ ആചാര്യനോട് പറഞ്ഞ് എന്നുള്ളതാണ് നാം നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ശ്ലോകത്തിലേക്ക് ആദ്യം തന്നെ കടക്കാം. നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം. പശ്യത്താം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഒരിക്കൽ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. വിവർത്തനം ഒന്ന് നോക്കാം. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അതാണ് ദുര്യോധനൻ തന്റെ ആചാര്യന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞത്. നയതന്ത്രജ്ഞനായ ദുര്യോധന സർവ്വ സൈന്യാധിപനും മഹാബ്രാഹ്മണനുമായിട്ടുള്ള ദ്രോണരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട്, അതായത് ദ്രുപദരും ദ്രോണാചാര്യനും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ വൈരാഗ്യമുണ്ട്. ഇവിടെ നമുക്ക് ദുര്യോധനന്റെ ആ ഒരു മഹാനായ രാഷ്ട്രീയക്കാരന്റെ ഒരു സ്വഭാവമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ദൃഷ്ടദ്യുമ്നൻ, ദ്രുപദന്റെ പുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നാണ് പാണ്ഡവരുടെ സർവ്വ സൈന്യാധിപൻ. ദൃഷ്ടദ്യുമ്നൻ എന്ന് നേരിട്ട് പറയാതെ ദ്രുപദന്റെ പുത്രൻ എന്ന് പറഞ്ഞത് ആ ദ്രോണരുടെ മനസ്സിൽ ദ്രുപദനോടുള്ള ആ ദേഷ്യത്തെ കുറച്ചുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ദ്രോണരും ദ്രുപദനും തമ്മിൽ വളരെ നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടായിരുന്നു. ആ കഥ നമുക്ക് ഒന്ന് നോക്കാം. അതായത് വളരെ ചെറിയ പ്രായത്തില് ദ്രോണരും ദ്രുപദരും ഒരേ ഗുരുകുലത്തിലാണ് പഠിച്ചിരുന്നത്. ദരിദ്രനായ ഒരു ബ്രാഹ്മണന്റെ പുത്രനായിരുന്നു ദ്രോണര്. എന്നാൽ ദ്രുപദൻ ഒരു രാജകുമാരനും. രണ്ടുപേരുടെയും ജീവിത പശ്ചാത്തലം തമ്മിൽ വളരെയധികം അന്തരം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ ദരിദ്രനാണ്, മറ്റൊരാൾ രാജകുമാരന്. അതുകൂടാതെ ഒരാൾ ബ്രാഹ്മണനും ഒരാൾ ക്ഷത്രിയനും. എങ്കിൽ കൂടെയും വളരെ പെട്ടെന്ന് തന്നെ അവർ രണ്ടും ഉറ്റ സുഹൃത്തുക്കളായി മാറി. വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും വാത്സല്യത്തോടും കൂടിയിരുന്ന ഒരു നിമിഷത്തില് ദ്രുപദൻ തന്റെ കൂട്ടുകാരനായിട്ടുള്ള ദ്രോണരോട് ഇപ്രകാരം പറയുന്നുണ്ട്. അതായത് ഭാവിയിൽ താൻ വളരെ വലിയ രാജാവായി മാറുമ്പോൾ, രാജ്യഭാരമൊക്കെ തനിക്ക് ലഭിക്കുമ്പോൾ തന്റെ രാജ്യത്തിന്റെ പകുതി ഭാഗം എന്റെ സുഹൃത്തായ ദ്രോണർക്കായിട്ട് ഞാൻ തീർച്ചയായിട്ടും നൽകുമെന്ന് പറയുന്നു. സുഹൃത്തിന്റെ വാക്കുകൾ ദ്രോണര് ഹൃദയത്തിൽ ഏറ്റുകയും ചെയ്യുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും അവരവരുടെ വീട്ടുകളിലേക്ക് യാത്രയായി. ദ്രോണാചാര്യര് ഗാർഹസ്ഥ ജീവിതത്തിലേക്ക് കടന്നു. എന്നാൽ ദരിദ്രനായ ദ്രോണാചാര്യർക്ക് തന്റെ കുട്ടികൾക്ക് ഒരു നേരത്തെ പാല് പോലും വാങ്ങി കൊടുക്കുവാനുള്ള ഒരു സാമ്പത്തിക ഭദ്രതയില്ലായിരുന്നു. ഒരു ദിവസം തന്റെ പുത്രൻ പാല് കുടിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ വളരെയധികം ദുഃഖം തോന്നിയ ദ്രോണാചാര്യര് പെട്ടെന്ന് ദ്രോണാചാര്യരുടെ മനസ്സിൽ തന്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. എന്തായാലും അധികം സമയം കളയാതെ സുഹൃത്തിന്റെ അടുക്കൽ പോയിട്ട് ഒരു പശുവിനെയെങ്കിലും ദാനമായിട്ട് ചോദിക്കാമെന്ന് കരുതി അദ്ദേഹം പാഞ്ചാല രാജ്യത്തേക്ക് യാത്രയായി. എന്നാൽ അവിടെ താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്വീകരണവും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നത് മാത്രമല്ല, തങ്ങളുടെ പഴയ ആ ഒരു സുഹൃത്ത് ബന്ധത്തിനെ പറ്റി പറഞ്ഞപ്പോൾ വളരെയധികം പുച്ഛത്തോടും ദേഷ്യത്തോടും കൂടി ദ്രുപദൻ ഇപ്രകാരം പറയുന്നുണ്ട്. ഞാൻ നിന്റെ സുഹൃത്ത് ആണെന്ന് നീ വിചാരിക്കുന്നുവോ? സൗഹൃദം ഒരേ തലത്തിലുള്ളവർ തമ്മിൽ മാത്രമേ സൗഹൃദം സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു. അതുകൂടാതെ എത്രയും പെട്ടെന്ന് ഈ രാജ്യം എന്റെ മുൻപിൽ നിന്ന് കടന്നു പോകൂ എന്ന് പറഞ്ഞ് ദ്രുപദൻ ദ്രോണരെ ആക്ഷേപിക്കുന്നുണ്ട്. വളരെയധികം അപമാനിതനായിട്ടുള്ള ദ്രോണര് ഒരു പ്രതികാരം എന്ന നിലയിൽ ഒരു ശപഥം എടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഇവിടെ കൗരവരുടെ പക്ഷത്ത് വരുന്നു. അവിടുത്തെ സർവ്വസൈന്യാധിപനായി മാറുന്നു. പിന്നീട് രണ്ടു കൂട്ടരെയും, കൗരവരെയും പാണ്ഡവരെയും ആയുധവിദ്യ വളരെ വിദഗ്ധമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അത് എല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹം തന്റെ ഗുരുദക്ഷിണയായിട്ട് രണ്ടു കൂട്ടരെയും ഗുരുദക്ഷിണ ആവശ്യപ്പെടുന്നുണ്ട്. ഗുരുദക്ഷിണ ഇപ്രകാരമായിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് ദ്രുപദനെ
പരാജയപ്പെടുത്തി, അതായത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദ്രുപദനെ കെട്ടി വരിഞ്ഞ് എന്റെ മുൻപിൽ കൊണ്ട് തരണം എന്നതായിരുന്നു ഗുരുദക്ഷിണയായിട്ട് ചോദിച്ചത്. ഇവിടെ കൗരവർ തങ്ങൾ ആദ്യം പോയി ശ്രമിക്കാമെന്ന് പറഞ്ഞ് യുദ്ധത്തിനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ദ്രുപദർ കൗരവരെ കൂട്ടരെയും തോൽപ്പിക്കുകയും ഇതറിഞ്ഞിട്ടുള്ള ദ്രോണാചാര്യര് വളരെയധികം ശോകമൂകനാകുകയും ചെയ്തു. എന്നാൽ അർജുനൻ പെട്ടെന്ന് തന്നെ മുൻപോട്ട് വന്നു. കൂടെ ബാക്കിയുള്ള പാണ്ഡവരെല്ലാം നിരനിരയായി വന്നു. അവർ യുദ്ധത്തിന് തയ്യാറായി. വളരെ ഘോരമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ദ്രുപദനെ, അതായത് പാഞ്ചാൽ രാജ്യത്തെയും ദ്രുപദനെയും തോൽപ്പിച്ചിട്ട് ദ്രോണാചാര്യരുടെ മുമ്പിൽ കൊണ്ട് ദ്രുപദനെ കെട്ടി വരിഞ്ഞ് വിട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ തോറ്റ ദ്രുപദന്റെ രാജ്യത്തിന്റെ പകുതി ഭാഗം ദ്രോണാചാര്യര് കൈക്കലാക്കുകയും ചെയ്യുന്നു. ഇവിടെ വളരെയധികം അപമാനിതനായത് ദ്രുപദനാണ്. നേരത്തെ ദ്രോണരാണ് അപമാനിതനായെങ്കിൽ ഇവിടെ ദ്രുപദനാണ് അപമാനം സംഭവിച്ചത്. അതുകൊണ്ട് ദ്രോണരെ കൊല്ലുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുത്രകാമേഷ്ടി യാഗം തന്നെ നടത്തുവാനായിട്ട് ദ്രുപദൻ തയ്യാറായി. അങ്ങനെയുള്ള ഒരു യാഗം നടത്തി അതിനുശേഷം അദ്ദേഹത്തിന് ദൃഷ്ടദ്യുമ്നനെ ആ യാഗ അഗ്നിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്, കൂടെ ദ്രൗപദിയെയും. ഈ ദൃഷ്ടദ്യുമ്നന് പിന്നീട് വളരെ ബുദ്ധിശാലിയായിട്ടുള്ള ദ്രുപദന് ആയുധവിദ്യയെല്ലാം പഠിപ്പിക്കാനായിട്ട് വിടുന്നതും ദ്രോണരുടെ കയ്യിൽ നിന്നും ആയുധവിദ്യ പഠിപ്പിക്കാനായിട്ടാണ് വിടുന്നത്. അവിടെ അദ്ദേഹത്തിന് അറിയാം, മഹാബ്രാഹ്മണനായിട്ടുള്ള ദ്രോണര് ശിഷ്യനായിട്ട് ഒരാള്, അതായത് ഗുരുവായിട്ട് ദ്രോണരുടെ അടുക്കല് ശിഷ്യത്വം സ്വീകരിക്കാനായിട്ട് ചെന്നാല്, ദ്രോണരെ ഗുരുവായിട്ട് മാനിച്ച് ശിഷ്യത്വം സ്വീകരിക്കുവാനായിട്ട് ചെന്നാല് തീർച്ചയായിട്ടും അദ്ദേഹം സ്വീകരിക്കുകയും എല്ലാ വിദ്യയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ദ്രുപദൻ വിചാരിച്ചതുപോലെ തന്നെ ദ്രോണാചാര്യര് ഒരു ബുദ്ധിമുട്ടും പറയാതെ തന്നെ ദൃഷ്ടദ്യുമ്നനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയും എല്ലാ ആയുധവിദ്യകളും ഒന്നും തന്നെ കുറയാതെ എല്ലാ ആയുധവിദ്യകളും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ദ്രോണാചാര്യരെ നമുക്ക് ഒരു സൂര്യനെ സമമായിട്ട് കാണാം. അതായത് സൂര്യന് തന്റെ സൂര്യപ്രകാശം എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. അതായത് ഒരു കള്ളന്റെ മുറ്റത്ത് പോലും സൂര്യപ്രകാശം എത്തുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഗുരുവായിട്ടുള്ള, ഒരു ശരിയായ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യര്, ഒരു ബ്രാഹ്മണനായിട്ടുള്ള ദ്രോണാചാര്യര് ദൃഷ്ടദ്യുമ്നനെ കലകളെല്ലാം തന്നെ അഭ്യസിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തില് ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ആയുധ വിദ്യകളെല്ലാം മുൻനിർത്തിയാണ് പാണ്ഡവരുടെ സൈന്യത്തെ ദൃഷ്ടദ്യുമ്നൻ സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെയധികം ജാഗരൂകനായിരിക്കണമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയും ചെയ്യരുതെന്നും ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ദുര്യോധനന് തന്റെ ഗുരുവായ ദ്രോണാചാര്യന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. അത് മാത്രമല്ല, ദ്രോണാചാര്യർക്ക് പൊതുവെ പാണ്ഡവപക്ഷത്തോടെ ഒരു പ്രത്യേക ചായ്വുണ്ടെന്നും അതിൽ പാണ്ഡവരിൽ പ്രമുഖനായ വളരെ ബുദ്ധിശാലിയും പ്രാവീണ്യനുമായിട്ടുള്ള ശിഷ്യനായ അർജുനനോട് പ്രത്യേക ഒരു മമതയുണ്ടെന്നും ദുര്യോധനൻ അറിയാം. അതുകൊണ്ട് തന്റെ ശിഷ്യന്മാരായ പാണ്ഡവരുമായിട്ടുള്ള യുദ്ധത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു ദാക്ഷിണ്യത്തിനും തയ്യാറാകരുതെന്നും ഇവിടെ ദുര്യോധനന് വ്യക്തമാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ ദാക്ഷിണ്യമോ കാണിച്ചാൽ അത് പരാജയത്തിൽ എത്തിച്ചേരുമെന്നുള്ളതും മുന്നേ തന്നെ ഇവിടെ ദുര്യോധനന് ആചാര്യനോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 4-ാമത്തെ ശ്ലോകം, അതായത് ശ്രീലപ്രഭുപാദരുടെ വിവർത്തനവും ഭാവാർത്ഥവുമുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 4-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ശ്രീലപ്രഭുപാദ് കീ ജയ്. ഹരേ കൃഷ്ണ.